ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 15 വൈകുന്നേരം 5 മണിക്ക് വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് വെച്ച് നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 15 വൈകുന്നേരം 5 മണിക്ക് വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ വനിതാ ഹോസ്റ്റലിന്റെയും വനിതാ ജിംനേഷ്യത്തിന്റെയും പ്രവർത്തന ഉദ്ഘാടനവും ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനവും ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ എന്നിവയും നടക്കും. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കുന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വനിതാ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിക്കും. ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ, ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനം എന്നിവ മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഫെബ്രുവരി 15 വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നടത്താൻ പോകുന്ന വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ടൊരു വനിതാ ജിമ്മ് പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് നിർവഹിക്കും. അതോടൊപ്പം ലിംഗനീതി സമത്വവുമായി ബന്ധപ്പെട്ട് 2022-23 വർഷം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒരു വിശദമായ പഠനം നടത്തുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഏതൊക്കെ രൂപത്തിൽ ഇനിയും മുഖ്യധാരയിലേക്ക് എത്തുന്നതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഒരു പഠനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം ഇനി തുടർ വർഷങ്ങളിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലുള്ള സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയും ആലോചിക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു ലിംഗനീതി പഠനം നടത്തുകയും ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി എന്നുള്ള രൂപത്തിൽ ഒരു പുസ്തക പ്രകാശനവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അന്ന് നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ലൈഫ് ഭവന പദ്ധതിക്ക് പഴഞ്ചേരിയിൽ ഡോക്ടർ ഹംസ പറമ്പിലാണ് 15 സെന്റ് സ്ഥലം വിട്ടു നൽകുന്നത്. പഞ്ചായത്തിൽ 300 വീടുകൾ പ്രഖ്യാപിച്ചതിൽ 250 എണ്ണം പൂർത്തീകരിച്ചു എന്നും 17 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് വനിതാ ഹോസ്റ്റലിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പുഷ്പലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.